വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഹെയർ സ്പാ, അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഹെയർ സ്പാ നല്ലതാണോ, ഹെയർ സ്പായും പ്രോട്ടീനും ഒന്നാണോ, ഹെയർ സ്പായ്ക്ക് പകരം കെരാറ്റിൻ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഹെയർ സ്പായും പ്രോട്ടീനും കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഹെയർ സ്പായെക്കുറിച്ച് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണ് ഹെയർ സ്പാ, അത് ആർക്കൊക്കെ ചെയ്യാം, അത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഹെയർ നന്നായിട്ട് വളരാനും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നല്ലതാണ് ഹെയർ സ്പാ. ആർക്ക് വേണമെങ്കിലും ഹെയർ സ്പാ ചെയ്യാം കേട്ടോ. ഡാമേജ് ഹെയർ ഉള്ള ആൾക്കാർ, സ്മൂത്തനിങ് ചെയ്ത ആൾക്കാർ, ബോട്ടോക്സ് ചെയ്ത ആൾക്കാർ, കളർ ചെയ്ത ആൾക്കാർ, ആർക്ക് വേണമെങ്കിലും പോയി ഹെയർ സ്പാ സലൂണിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഹെയർ പ്രോബ്ലം എന്താണെന്നുള്ള തിരിച്ചറിയാം. ഇപ്പോൾ ഡാമേജ്ഡ് ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള ഹെയർ സ്പാ ആയിരിക്കും ചെയ്യുന്നത്. പല ടൈപ്പ് ഹെയർ സ്പാ ഉണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫ് മാറാനാണെങ്കിൽ അതിനുള്ള ഹെയർ സ്പാ ഉണ്ട്. ഇപ്പോൾ കളർ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്ത ആൾക്കാർക്ക് വേറെ ഹെയർ സ്പാ ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഹെയർ സ്പാ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ എന്താണ് നമ്മുടെ ഹെയർ പ്രോബ്ലം എന്നുള്ളത് ഫസ്റ്റ് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഹെയർ സ്പാ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും ചെല്ലുമ്പോൾ ചോദിക്കും ഫസ്റ്റ് എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഡാമേജ്ഡ് ഹെയർ ആണ് നിങ്ങളുടെ പ്രോബ്ലം, ഡ്രൈ ആവുന്നുണ്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ അത് അവരുടെ അടുത്ത് പറയുക. അവർ അതിനനുസരിച്ചുള്ള ഹെയർ സ്പാ ചെയ്യും. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് കേട്ടോ. ഒരുപാട് ടൈം എടുക്കുന്ന, നമ്മുടെ സ്മൂത്തനിങ് ബോട്ടോക്സ് പോലെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറൊന്നുമല്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. ഹെയർ വളരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് മാറാനൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങളിപ്പോൾ ഈ മന്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് വീണ്ടും പോയി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ചെയ്യണമെന്ന് അവർ നിർബന്ധമായിട്ട് പറയില്ല. പക്ഷെ നമ്മൾ എല്ലാ മന്തും ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയാം. ഫസ്റ്റ് എല്ലാത്തിലെയും പോലെ തന്നെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും. നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്യും. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കുക മീൻസ് ബ്ലോ ഡ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് ഡ്രൈ ആക്കുകയുള്ളൂ. എന്നിട്ടാണ് നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ മാസ്കിൽ ജസ്റ്റ് ഒരു സിറം കൂടി ഒഴിച്ചിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹെയർ പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള സിറം ആയിരിക്കും. നിങ്ങളുടെ ഇപ്പോൾ ഡാൻഡ്രഫാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സിറം ആയിരിക്കും അവരതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാരുടെ പ്രോബ്ലത്തിനാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സിറം. ഇനി അതല്ല ഡാമേജ്ഡ് ആൻഡ് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറം ആയിരിക്കും ആ ഒരു മാസ്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഹെയർ സ്പാ അല്ലെങ്കിൽ സ്പാ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മസാജിങ് ആണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യും. നല്ല സമയം എടുത്തിട്ട് തന്നെ മസാജ് ചെയ്യും കേട്ടോ. ഒരു മുക്കാൽ മണിക്കൂർ 45 മിനിറ്റ്സ് ഒക്കെ എന്തായാലും നന്നായിട്ട് അവർ മസാജ് ചെയ്യും. ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടല്ലോ. ഒരു 10 to 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മാക്സിമം അത്രയും വെയിറ്റ് ചെയ്തിട്ട് അവർ വാഷ് ചെയ്ത് കളയും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഷാമ്പു യൂസ് ചെയ്യില്ല. ഷാമ്പു യൂസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് വാഷ് ചെയ്യുള്ളൂ. ചില ആൾക്കാരുടെ പ്രോബ്ലത്തിന് ചിലപ്പോൾ സ്റ്റീമും കൂടി ചെയ്യാറുണ്ട്. മിക്കവാറും സ്റ്റീം അങ്ങനെ ചെയ്യാറില്ല, എല്ലാവർക്കും ചെയ്യാറില്ല. സ്റ്റീമും ചെയ്യാറുണ്ട് ഈ ഒരു പ്രൊസീജിയറിൽ. നമ്മുടെ ഹെയർ പ്രോബ്ലം അനുസരിച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യും. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണിത്. സത്യത്തിൽ നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് തന്നെ പറയാം. ഏറ്റവും റേറ്റ് കുറഞ്ഞ നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഞാൻ സ്മൂത്തനിങ്ങിൻ്റെയും ബോട്ടോക്സിൻ്റെ ഒക്കെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഒരു 5 to 6 hours ഒക്കെ എടുക്കുന്ന പ്രൊസീജിയറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് കേട്ടോ. ആർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ കുറച്ച് പേർക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി. അവരുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ ഒന്നും മാറാൻ പാടില്ല. ഇത് അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ കേർലി ഹെയറുള്ള ആൾക്കാരുടെ മുടി സ്ട്രെയിറ്റ് ഒന്നും ആവില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ. എന്താണോ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഏത് രീതിയിലാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ നല്ല ക്ലീൻ ആവും, ഒന്ന് സ്മൂത്ത് ആവും, അത്രയേ ഉള്ളൂ. നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവും. പിന്നെ ഈ മസാജ് ചെയ്യുമ്പോൾ നല്ല റിലാക്സേഷനാണ്, നല്ല ഉറക്കം കിട്ടും, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്, നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രൊസീജിയറാണ് കേട്ടോ ഇത്. ഏറ്റവും റേറ്റ് കുറഞ്ഞ സിമ്പിളായിട്ടുള്ള നല്ലൊരു പ്രൊസീജിയറാണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സ് ഞാൻ പറയാം. ആർക്കൊക്കെ ചെയ്യാമെന്നുള്ളത്, ഏത് ഹെയർ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെങ്കിലും നല്ലതെന്ന് പറയുന്നത് ഒരു 17-18 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എത്ര നാൾ നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 1 മാസമൊക്കെ നിൽക്കും. മാക്സിമം 1 മാസമാണ് കേട്ടോ. പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ ഇരിക്കും.
മാക്സിമം എന്തായാലും നമ്മൾ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് മന്ത് വീണ്ടും പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു മന്ത് നിങ്ങൾ ചെയ്തിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോയി ചെയ്യുന്നതെങ്കിൽ ആ ഒരു കറക്റ്റ് റിസൾട്ടൊന്നും നമുക്ക് കിട്ടില്ല. കറക്റ്റ് ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവണം എന്നില്ല. എല്ലാ മന്തും പോയി സ്പാ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടതാണ് റേറ്റ് 500-നും 1000-നും ഇടയ്ക്കാണ്. പിന്നെ നമ്മുടെ ഹെയർ പ്രോബ്ലം അനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അവർ സിറത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഹെയർ പ്രോബ്ലത്തിനനുസരിച്ച് ചിലപ്പോൾ റേറ്റ് മാറാം. എന്തെങ്കിലും എക്സ്ട്രാ അവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹെയർ പ്രോബ്ലം കുറച്ചും കൂടെ കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2000 അത്രയൊക്കെ ആവുള്ളൂ. എല്ലാ മാസം ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇതിലധികം ടൈം എടുക്കുന്നില്ല, അധികം റേറ്റ് ഇല്ല, ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് അത്രയ്ക്കും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേക്കും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഞാൻ മറ്റൊരു ഹെയർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. സോ അതുവരെ ടാറ്റാ ബൈ ബൈ.